ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു ഹെൽത്തി അട റെസിപ്പി ആട്ടോ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മധുരക്കിഴങ്ങും പിന്നെ റാഗിയും. വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ്. ഒരു വെറൈറ്റി നാടൻ പലഹാരം മധുരക്കിഴങ്ങും റാഗിപ്പൊടിയും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നാടൻ പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വാഴയിലയിൽ ചുട്ടെടുക്കുന്ന ഈ റാഗി അടയുടെ ടേസ്റ്റ് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ മറക്കൂല. പിന്നെ അട നല്ല കറക്റ്റ് സൈസിൽ തിന്നായി പെർഫെക്റ്റായി കിട്ടാനുള്ള ഒരു ടിപ്പ് കൂടി പറയുന്നുണ്ടേ. അപ്പോൾ സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടൂ. മധുരക്കിഴങ്ങ്, റാഗിപ്പൊടി, അല്പം അരിപ്പൊടി, ശർക്കരപ്പാനി, അല്പം മാത്രം തേങ്ങ ചെരുകിയതും വേണ്ടത്. മധുരക്കിഴങ്ങ് നന്നായി വേവിച്ചെടുക്കാം. മധുരക്കിഴങ്ങ് 1 കിലോ അടുത്ത് എടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം തോൽ കളഞ്ഞ് നന്നായി ഉടച്ചെടുക്കുന്നുണ്ട്. ഉടച്ചെടുത്തത് അവിടെ മാറ്റി വയ്ക്കാം. ഈ അട നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം സ്നാക്കായിട്ടും ഇത് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ഹെൽത്തി പലഹാരമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചായി റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റാഗിപ്പൊടി എടുത്തിരിക്കുന്നത് 3/4 കപ്പ് അളവിനുണ്ടാകും. ആ പാത്രത്തിൽ നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി ഇത് ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. അടയുണ്ടാക്കാൻ നമ്മൾ കുഴച്ചെടുക്കില്ലേ, ആ പരുവത്തിലാവുന്നത് വരെ കുഴച്ചെടുക്കണം. ഈ മാവിന് ഒരു ബലം കിട്ടാൻ 4 ടീസ്പൂൺ അരിപ്പൊടി എടുത്തു വച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടീസ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അരിപ്പൊടി നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കില്ലേ, ആ അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ആവശ്യത്തിന് 2 നുള്ളു ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി ഇതിലേക്ക് 1/2 കപ്പോളം തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട്. ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ 4 ആൾക്ക് വയറ് നിറയെ കഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായ ശർക്കരപ്പാനി കൂടി ചേർക്കാം. ഇതുണ്ടാക്കിയത് 4-5 ശർക്കര അച്ചെടുത്ത് അല്പം വെള്ളത്തിലിട്ട് ഉരുക്കിയെടുത്താണ്. അത് തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്ത ശർക്കരപ്പാനിയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇതും കൂടി കുഴച്ച് നന്നായി എടുക്കണം. ശർക്കരപ്പാനി 1/2 കിലോയുടെ താഴെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം. ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇത് ആവിയിലിരുന്ന് വെന്ത് വരുമ്പോൾ ഒരു നല്ല മണമാണ്, അറിയോ, കൊതി വരും. ഇനി വാഴയില എടുത്ത് അടുപ്പിൻ്റെ ഫ്ലെയിമിൽ കാട്ടി വാട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒരു ഉണ്ട എടുത്ത് അതിൽ വെച്ച് ഇല മടക്കി എല്ലായിടത്തും ഒരുപോലെ കിട്ടുന്നത് പോലെ പരത്തി കൊടുക്കുക. ഒരേ കനത്തിൽ പെർഫെക്റ്റായി കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ ടിപ്പ്. ഇപ്പോൾ മനസ്സിലായില്ലേ? റാഗിയിൽ നല്ല അളവിൽ കാൽസ്യം നൽകുന്ന ഒരു ധാന്യമാണല്ലേ.
മധുരക്കിഴങ്ങും ശരീരത്തിന് നല്ല എനർജി നൽകുന്നു. ഇത് നിത്യം നമ്മൾ ആഹാരത്തിൽ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇത്രയും ന്യൂട്രീഷ്യൻ ആയിട്ടുള്ള ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ പലഹാരം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നു. യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടി ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഒരു പുതിയ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ കാണാം.